കോന്നി മെഡിക്കൽ കോളേജിൽ അനാസ്ഥ എന്നാരോപിച്ച് അരുവാപ്പുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മാത്യു കാലായന്റെ അധ്യക്ഷതയിൽ ഷാജി കറ്റാനം ധർണ ഉദ്ഘാടനം ചെയ്തു. അത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും നമ്മളുടെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജ് നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്ന്. പക്ഷെങ്കിൽ നമുക്കറിയാം, ഇന്ന് യാതൊരുവിധ ചികിത്സാ സഹായങ്ങളും മറ്റു കാര്യങ്ങളുമില്ലാതെ ഈ മെഡിക്കൽ കോളേജിൽ നാണം കെട്ട് ഇവിടുത്തെ നമ്മുടെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചു. നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് സർക്കാർ ആശുപത്രിയിൽ തന്നെ അപര്യാപ്തത പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് തൂക്കുക എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിന് മാത്രമുള്ള കുഴപ്പമല്ല, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്കും ആകമാനമുണ്ടാക്കാവുന്ന ഏറ്റവും വലിയൊരു അപമാനമായിരുന്നു ഈ കോന്നി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ജില്ല കൂടിയായ ഈ ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഡോക്ടർമാർ എഴുതി വെച്ചിരുന്ന 5 വാചകങ്ങൾ നോക്കിയാൽ ഒരു രോഗി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോഴാണ് ഒരു രോഗിയുടെ ചികിത്സ മാറ്റുവാൻ വേണ്ടി ഇവിടെ എത്തുന്ന രോഗിക്ക് ഇത്രയും മുൻകരുതലോടുകൂടി ഇവിടെ വരണം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് സർക്കാർ ആശുപത്രി ഉണ്ടാകുന്നതെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് ഈ ആശുപത്രിയിൽ മാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനും അതിൻ്റെ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സിസ്റ്റങ്ങൾ എല്ലാ തരത്തിലും പോയിട്ടുള്ളതാണെങ്കിൽ പോലും ആരോഗ്യരംഗത്തിൻ്റെ സിസ്റ്റം എത്രമാത്രം തകർച്ചയിലാണെന്നുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യമടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതേപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ തകരാറുകൾ തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർ ആരീഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നടപടിയെടുക്കുവാൻ തീരുമാനിച്ച ഒരു മന്ത്രിസഭയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേരിട്ട് അന്വേഷിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ സൂപ്രണ്ടും പറയുകയുണ്ടായി, ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വന്നപ്പോൾ കൈയുടെ എല്ലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം ദശയിലൂടെ കമ്പിയിട്ട് ഒരു ചരിത്രമുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇവിടെ കടന്നു വരികയുണ്ടായി. അന്നേരവും ഇവിടുത്തെ ഡോക്ടറും സൂപ്രണ്ടും പറഞ്ഞത് സിസ്റ്റമല്ല, ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന നടപടിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ബന്ധപ്പെട്ട ഡോക്ടർ പറയുന്നു, ഇവിടെ ചികിത്സിക്കുവാൻ പറ്റുമെങ്കിൽ ഓപ്പറേഷൻ വരുന്നുവെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ആശുപത്രിയിലേക്ക് വരാനെന്നാണ് പറയുന്നത്. ഒന്ന്, വരുന്ന ഒരാളുടെ ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന രോഗികളെ ചികിത്സിക്കുവാൻ രോഗികൾക്ക് വേണ്ട മരുന്നുകളോ ബാക്കി സംവിധാനങ്ങളോ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഡോക്ടർമാരോടൊപ്പം തന്നെ നിൽക്കുന്ന നഴ്സുമാർ, അവർക്ക് വേണ്ട ബൈസ്റ്റാൻഡർമാർ ഒന്നും തന്നെ ഇതിൻ്റെ കൂടെ ഇല്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവിടെ നിന്നും പൊളിഞ്ഞു വീഴുന്ന പെയിൻറ്റുകൾ നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്ക് അസുഖമുണ്ടാകും. അതേപോലെ തന്നെ 5 മണി കഴിഞ്ഞാൽ ഇവിടെ ഫാർമസി ഇല്ല. ഇതിനൊക്കെ അപ്പുറമായി ഇവിടെ വരുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണക്കിലാക്കിക്കൊണ്ട് ഇതൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് മരണം സംഭവിച്ചാലും ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊള്ളാമെന്ന് സത്യവാങ്മൂലം എഴുതി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുകയുള്ളൂ എന്ന് ആരോഗ്യ ശുശ്രൂഷ രംഗത്തുള്ള ഒരു ആശുപത്രി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെ ഉള്ള ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെക്കുമ്പോൾ ഇതിന് കുറച്ച് ദിവസത്തേക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ വേറെ സംഭവങ്ങൾ ആലോചിക്കുമ്പോഴാണ് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ഈ പ്രദേശത്തുള്ള ഒരു സഹപ്രവർത്തകൻ്റെ മകന് ഇതേപോലെ തന്നെ ആശുപത്രിയിൽ ഒരു അസുഖമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കേട്ടൊരു താലൂക്ക് ആശുപത്രിയിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത ഒരു രോഗിയെപ്പോലും നമുക്ക് മനസ്സിലാക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം ഇവിടുത്തെ മെഡിക്കൽ കോളേജ് അധപ്പതിക്കുന്നു എന്നുള്ള വലിയ ഒരു ദുസ്ഥിതിയാണ് ഇന്ന് കോന്നിയിലും പത്തനംതിട്ട ജില്ലയിലെയും ജനങ്ങൾ അനുഭവിക്കുന്നത്.